ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഇന്നലെ രാത്രി ജിൻഡോ ഉറക്കത്തിലെ ജയദീപിന്റെ തൊടയുടെ ഭാഗത്ത് തൊട്ടു എന്നാണ് ജയദീപ് പറയുന്നത്. ഞാൻ ഈ ജയദീപ് എന്ന് പറയുന്നത് അഭിഷേക് ജയദീപിനെയാണ് കേട്ടോ. ഞാൻ സർനെയിം വെച്ചിട്ടാണ് രണ്ടുപേരെയും വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 3 തവണ തൊട്ടു എന്നൊരു ആരോപണമാണ് ജയദീപ് ജിൻഡോയ്ക്ക് നേരെ ഉന്നയിക്കുന്നത്. ജയദീപിന്റെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് ജെൻഡർ കാർഡ് ഇറക്കിയില്ല എന്നത് തന്നെയാണ്. അത് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ്. ഇത് പിച്ചി ഉള്ളി എന്നൊക്കെ പറഞ്ഞ അവിടെ ജെൻഡർ കാർഡ് എടുക്കുന്ന പലരും ഉണ്ട്. അതിലൊക്കെ വ്യത്യസ്തനാണ് നമ്മുടെ അഭിഷേക് ജയദീപ്. പുള്ളി പറയുന്നത് ഇതൊരു വ്യക്തി എന്ന നിലയിൽ പുള്ളിക്ക് ബുദ്ധിമുട്ടായി എന്നാണ്. അതും ആദ്യത്തെ തവണ ഉറക്കത്തിലാണെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കാതിരിക്കില്ലേ എന്നൊരു പോയിന്റ് ആണ് ജയദീപ് പറയുന്നത്. അപ്പൊ ഇത് ഡെൻ ടീമിന്റെ ഉള്ളിലും അതേപോലെ തന്നെ സിബിന്റെ അടുത്തും ഗബ്രി, അർജുൻ എന്നിവരുടെ അടുത്തും അഭിഷേക് ജയദീപ് ചർച്ച ചെയ്തു. ഇതിപ്പോ ഡെൻ ടീമിന്റെ അകത്തൊരു വലിയ ചർച്ചയാവുന്നുണ്ട് ഈ സമയത്ത് നന്ദന വല്ലാതെ ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. നോറയും വല്ലാതെ ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ട്. നന്ദന പറയുന്നു എന്റെ ദേഹത്ത് തൊട്ടാൽ അതിപ്പോ ഉറക്കത്തിലാണെങ്കിലും ഞാൻ പൊട്ടിക്കും എന്ന് പറയുന്നു. അത് ഭയങ്കര ഓവറായിപ്പോ ഞാൻ പറഞ്ഞത്. ഒരു കാര്യമില്ല ജിൻഡോയോട് അങ്ങനെ പറഞ്ഞു നന്ദന. അതെന്തോ ആയിക്കോട്ടെ. ഇതിൽ എന്റെ അഭിപ്രായം ക്യാപ്റ്റനായിട്ടുള്ള ജാസ്മിൻ തന്നെ അവിടെ പറയുന്നത് ഞാൻ ലൈവിൽ കേട്ടു. ഉറക്കത്തില് ഒരാളുടെ കൈയോ കാലോ അപ്പുറത്ത് കിടക്കുന്ന ആളുടെ ദേഹത്ത് വീഴുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ ഇങ്ങനെ ആളി കത്തിച്ചത് ഒരു പരിധി വരെ നന്ദനയും പിന്നെ നോറയും ഒക്കെയാണ്. സായിക്ക് പോലും ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല എന്നറിയാം. ഇത് ചർച്ച ചെയ്യുന്നതിൽ ഒരു പ്രസക്തിയും ഇല്ല എന്നറിയാം. പിന്നെ ജിൻഡോയുടെ ഇന്റൻഷൻസ് ക്ലിയർ അല്ല എന്ന് ജിൻഡോയുടെ ടീമിലുള്ളവർക്ക് തന്നെ തോന്നുന്നുണ്ട് എങ്കിൽ ലാലേട്ടൻ ഈ ഒരു സാധനം വീക്കെൻഡിൽ കാണിക്കണം. അതിപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല. ഇത് ക്ലിയർ ആവണം എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതാണ് ഇതിലാകെയുള്ളൊരു പ്രതിവിധിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ചുറ്റും ക്യാമറയുണ്ട്. എന്ത് ചെയ്താലും അത് നമ്മൾ കാണും. പിന്നെ എനിക്കിത് ജാസ്മിൻ പറഞ്ഞ പോലെ വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. ജിൻഡോ ഇതുവരെ അവിടെ ഉള്ളവരുമായിട്ട് ബെഡ് ഷെയർ ചെയ്തിട്ടില്ല എന്നൊരു പോയിന്റ് ജിൻഡോ എടുത്ത് പറയുന്നുണ്ട്. സിംഗിൾ ബെഡിലാണ് കിടന്നിട്ടുള്ളതെല്ലാം. അപ്പൊ അതവര് മനസ്സിലാക്കണം. എന്നിട്ട് വോളിന്റെ സൈഡിലോട്ട് ജിൻഡോയെ മാറ്റണം. പ്രശ്നം തീർന്നു അവിടെ വെച്ച് തന്നെ. ഇതിനിടയ്ക്ക് രസ്മിൻ തിരിച്ചു കയറി കേട്ടോ. കംപ്ലീറ്റ്ലി ഓക്കെ ആണ്, എനർജറ്റിക് ആണ്. അപ്പൊ ഇത്രയുമായിരുന്നു ലൈവ് അപ്ഡേറ്റുകൾ. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.